നമസ്കാരം. യന്ത്രത്തോക്കുകൾ എന്തി കേന്ദ്രസേന പിണറായി വിജയന്റെ വസതികളിൽ റെയ്ഡ് നടത്തുന്ന വാർത്ത മലയാളികളെ ആഹ്ലാദിപ്പിക്കുമ്പോൾ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത അതിനു മുൻപ് പുറത്തു വന്നിരുന്നു. ഒരുപക്ഷെ പിണറായിയുടെ റെയ്ഡ് ഇന്ന് നടന്നിരുന്നില്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറേണ്ടത് ഈ വാർത്തയായിരുന്നു. അത് മറ്റൊന്നുമല്ല, തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും സ്വർണ്ണമോഷണം നടക്കുന്നു എന്ന വാർത്തയാണ്. ഇന്ന് വെളുപ്പംകാലത്ത് മനോരമ ന്യൂസാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിടുന്നത്. തൊട്ടു പിന്നാലെ മറ്റ് ചാനലുകളും ഏറ്റെടുത്തെങ്കിലും അതിനു മുമ്പ് തന്നെ പിണറായിയുടെ ദുർവിധിയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയും അതിലേക്ക് ആളുകൾ മാറുകയും ചെയ്തു. പക്ഷെ അങ്ങനെ അങ്ങ് വിട്ടുകളയേണ്ട വാർത്തയല്ല ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ള. ആരാണ് സ്വർണ്ണക്കൊള്ള നടത്തിയത് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനകം ഒരു ദൈവവും ഇവിടെ സുരക്ഷിതനല്ല എന്ന സന്ദേശമാണ് അത് നൽകുന്നത്. ഈ കൊള്ളയുടെ പിന്നിൽ CPM നയിക്കുന്ന സംവിധാനങ്ങളോ ആണെങ്കിലും ശരി അല്ലെങ്കിലും ശരി, അവരുടെ ഭരണകാലത്താണ് ഈ കൊള്ള നടന്നത് എന്നത് ഭയപ്പെടുത്തുന്നതാണ്. ശബരിമലയിലെ ഭഗവാന്റെ 30 കിലോ സ്വർണം അതീവ സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് അടിച്ചു മാറ്റിയ കൂട്ടരാണ് ഈ നാട് ഭരിച്ചത് എന്നോർക്കണം. അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ശ്രീ പത്മനാഭന്റെ വജ്രവും സ്വർണവും ഒക്കെ. കാരണം അത് വിലമതിക്കാനാവാത്തതാണ്. നമുക്കറിയാം, ലോകത്ത് ഏറ്റവും അധികം വിലമതിക്കുന്ന നിധി നിക്ഷേപങ്ങളിൽ ഒന്നാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തോട് അനുബന്ധിച്ചുള്ള സ്വർണവും വജ്രവും അടക്കമുള്ളവ. പതിറ്റാണ്ടുകളായി തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാക്കന്മാർ യുദ്ധം ചെയ്തും മറ്റും അവർ ശേഖരിച്ച സ്വർണ്ണാഭരണങ്ങൾ അവർ ശ്രീ പത്മനാഭന് സമർപ്പിക്കുകയായിരുന്നു. അവർ അതെടുത്ത് ധൂർത്തടിച്ചില്ല. ആ വജ്രാഭരണങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളുടെയും കൂന പല നിലവറകളിലായി സൂക്ഷിച്ചിരിക്കുന്നു. അതിൽ ഒരു നിലവറയുടെ കണക്കെടുക്കാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആചാര ലംഘനം ഭയന്ന് ബി നിലവറ തുറന്നാൽ മഹാവിപത്തുണ്ടാവും എന്നാണ് വിശ്വാസം. കണക്കെടുത്തതിന്റെ കണക്ക് പുറത്തു വന്നപ്പോൾ 2 ലക്ഷം കോടിയിലധികം നിധിശേഖരം ഇവിടെയുണ്ട് എന്നാണ് പറയുന്നത്. ആ നിധിശേഖരത്തിന് കൃത്യമായ കണക്കുണ്ട്, സ്റ്റോക്കുണ്ട്. എന്നാൽ അത് സുരക്ഷിതമാണോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. കോടിക്കണക്കിന് രൂപ മുടക്കി ഇപ്പോൾ വലിയ സുരക്ഷാ സന്നാഹം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിധിശേഖരം സുരക്ഷിതമാണ് എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ശ്രീ പത്മനാഭന് ലഭിക്കുന്ന കാണിക്ക, ശ്രീ പത്മനാഭന് ലഭിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഇവയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. വിശ്വാസികൾ കൊടുത്തിരിക്കുന്ന 78 ഗ്രാം സ്വർണം പോയി എന്നതിനേക്കാൾ ഞെട്ടിക്കുന്നത് ശ്രീകോവിലിനകത്ത് സൂക്ഷിച്ചിരുന്ന വൈരനാമം നഷ്ടപ്പെട്ടിരിക്കുന്നു. നോക്കൂ, ശ്രീകോവിലിന്റെ അകത്ത് വരെ മോഷണം നടന്നിരിക്കുന്നു എന്നത് ഭയപ്പെടുത്തുന്ന വാർത്തയല്ലേ? ഈ വൈരനാമം എന്ന് പറയുന്നത് പുതിയതല്ല. പരമ്പരാഗതമായ ആചാരവുമായി ബന്ധപ്പെട്ട് പരമ്പരാഗതമായ ഭഗവാന്റെ വേഷഭൂഷാദിയുടെ ഭാഗമാണ്. അതിന്റെ മൂല്യം ആർക്കും വിലയിരുത്താൻ കഴിയില്ല. അത് കാണാതെ പോയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്. മാസങ്ങൾക്ക് മുമ്പ് അറ്റകുറ്റപ്പണി എന്ന് പറഞ്ഞ് ആരോ കൊണ്ടുപോയി എന്ന് രേഖയുണ്ട്. എന്നാൽ ആര് കൊണ്ടുപോയി, എവിടേക്ക് കൊണ്ടുപോയി എന്നതിനെക്കുറിച്ചൊരു സൂചനയുമില്ല. ശ്രീ പത്മനാഭന്റെ സ്വർണ്ണവിളക്കും അറ്റകുറ്റപ്പണിയുടെ പേരിൽ പുറത്തേക്ക് കൊണ്ടുപോയി എന്നും അതും തിരിച്ചു വന്നിട്ടില്ല എന്നും റിപ്പോർട്ടിരിക്കുന്നു. ഇന്റലിജൻസ് മേധാവിയുടെ റിപ്പോർട്ട് പോലീസ് മേധാവിക്ക് ലഭിക്കുകയും പോലീസ് മേധാവി ഇത് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറുകയും ചെയ്തു. ആ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആഭ്യന്തര സെക്രട്ടറിക്ക് പോലീസ് മേധാവി കൊടുത്ത റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ മോഷണം കേവലം വൈരനാമത്തിലും സ്വർണ്ണവിളക്കിലും മാത്രം ഒതുങ്ങി നിൽക്കുമോ, അതോ ശ്രീ പത്മനാഭന്റെ വിലമതിക്കാനാവാത്ത മറ്റു സ്വത്തുക്കളിലേക്ക് കടന്നു കയറിയോ എന്നൊന്നും ആർക്കും വ്യക്തതയില്ല. പണ്ട് VS അച്യുതാനന്ദൻ പറഞ്ഞത് മറക്കാൻ കഴിയില്ല. പായസപാത്രത്തിൽ സ്വർണം കടത്തുന്നത് അവിടെ ചിലർക്ക് പതിവായിരുന്നു എന്നായിരുന്നു VS അച്യുതാനന്ദൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ ചുമതലയുണ്ടോ അവരൊക്കെ അന്വേഷണ വിധേയരാകേണ്ടി വരും. ദേവസ്വം ബോർഡിന് കീഴിലല്ല എന്നതുകൊണ്ട് തന്നെ കമ്മിക്കൂട്ടം ഈ മോഷണത്തിന്റെ ഭാഗം ആവാതിരിക്കാനാണ് സാധ്യത. പക്ഷെ എവിടെയും കടന്നു കയറി മോഷ്ടിക്കാൻ അവർക്ക് വിരുദായതുകൊണ്ട് അവരെ അങ്ങനെ നമുക്ക് സംശയത്തിന്റെ ആനുകൂല്യം കൊടുത്ത് രക്ഷപ്പെടുത്താൻ കഴിയില്ല. ദൈവത്തിന്റെ സ്വത്തിന് കണക്കില്ല എന്നും അത് മോഷ്ടിച്ചാൽ ദൈവം അങ്ങ് പൊറുക്കുമെന്നും ദൈവവിശ്വാസം ഇല്ലാത്ത കമ്മിക്കൂട്ടങ്ങൾ തീരുമാനിച്ചതുകൊണ്ടാണ് ദൈവങ്ങളെ അവർ ലക്ഷ്യമിട്ടത്. ശബരിമല ശ്രീശാസ്താവിന് മാത്രമല്ല, ഏറ്റുമാനൂരപ്പന് പോലും മോഷ്ടാക്കളുടെ ശല്യമുണ്ടായി. അതേക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഒരു വശത്ത് നടന്നു വരുന്നു. ജനം വെറുത്ത് ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത പിണറായി സർക്കാരിനെ അടിച്ചോടിച്ചിരിക്കുന്നു. അവർ മോഷണ കുറ്റത്തിന് വിചാരണ ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അപ്പോഴാണ് ഈ ഭയപ്പെടുത്തുന്ന വാർത്ത കൂടി പുറത്തു വരുന്നത്. ദൈവമേ, എന്തെല്ലാം ഇനി കേൾക്കാനിരിക്കുന്നു! എന്തൊരു കൊള്ളയാണ് ഇക്കൂട്ടർ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടത്തിയത് എന്ന് ഈ അന്വേഷണം കൂടി പൂർത്തിയായാൽ മാത്രമേ വ്യക്തമാവൂ. കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടായേക്കുമെന്നും ഇപ്പോൾ വിശ്വാസികൾ നൽകുന്ന സ്വർണ്ണാഭരണങ്ങൾ അടക്കമുള്ളവ, വിലപിടിപ്പുള്ളവയെല്ലാം ലോക്കറിലേക്ക് മാറ്റാൻ പോലീസ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എന്നുമാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ.